നമ്മൾ സ്ത്രീകൾ നല്ല ഫാഷനായി എല്ലാവരും ശ്രദ്ധിക്കുന്ന വിധത്തിൽ അണിഞ്ഞൊരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഞാനതെ, നിങ്ങളും അതുപോലെ തന്നെ നടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന് അറിയാം. പ്രത്യേകിച്ച് ഡ്രസ്സിന്റെ കാര്യത്തിൽ അതിൽ പല പരീക്ഷണങ്ങളും അവർ നടത്തും. സ്കൂളിലും കോളേജിലുമൊക്കെ യൂണിഫോമിന്റെ ശ്വാസമുട്ടലിൽ കഴിഞ്ഞിരുന്നവർക്ക് ജോലി കിട്ടിയതോടെ എന്തൊരാഹ്ലാദം! സ്വന്തമായി അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളും അവർക്ക് വാങ്ങിക്കൂട്ടാം. ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് തന്റെ ഫാഷൻ പരീക്ഷണങ്ങൾ നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് അവരുടെ ഓഫീസ്. പക്ഷേ ഓഫീസിൽ എന്ത് വസ്ത്രം ധരിക്കണം? വസ്ത്രം ഏതായാലും അത് ധരിക്കുന്നയാളുടെ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുമെന്നല്ലേ പറയുന്നത്? പഠിച്ചു നടന്ന കാലത്തെ വസ്ത്രം പോരാ ജോലിക്ക് പോകുമ്പോൾ. ഇന്നത്തെ ഓഫീസുകൾ ഔട്ട്ലുക്കിനപ്പുറം ആധികാരികതയും വ്യക്തിഗത ശൈലിയുമാണ് സ്വാഗതം ചെയ്യുന്നത്. തൊഴിലിടത്തേക്ക് വരുമ്പോൾ കംഫർട്ടിനാണോ പ്രൊഫഷണലിസത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ചോദ്യമാണ് പ്രധാനം. ഓൺലൈനിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ ഫാഷനും ജോലി സ്ഥലത്ത് അനുയോജ്യമാണോ എന്നതും തർക്ക വിഷയമാണ്. എങ്കിലും എന്തൊക്കെ വസ്ത്രങ്ങൾ നിങ്ങളുടെ ഓഫീസ് വാർഡ്രോബിൽ നിന്നും നിർബന്ധമായും ഒഴിവാക്കണമെന്ന് നമുക്ക് നോക്കാം. കഴുത്തിറങ്ങിയതും ക്ലീവേജ് എടുത്തു കാണിക്കുന്നതുമായ ടോപ്പ് ഓഫീസിൽ ധരിക്കരുത്. സഹപ്രവർത്തകരുടെ ജോലിയിലെ ശ്രദ്ധ പോകുമെന്ന് മാത്രമല്ല, ധരിക്കുന്നയാളും കംഫർട്ടബിൾ ആയിരിക്കില്ല. ശരീരവടിവ് എടുത്തു കാണിക്കുന്നതിനെ കുറിച്ചുള്ള ആകുലതയും ടെൻഷനുമൊക്കെ ജോലിയിലും പ്രതിഫലിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, ഹാൾട്ടർ ടോപ്പുകൾ, കട്ടോ ഷോർട്സ്, ഷിയർ കവർ അപ്പുകൾ, സ്ട്രിംഗ് ടൈ വസ്ത്രങ്ങൾ എന്നിവയും ഓഫീസിലേക്ക് വേണ്ട. ബീച്ച് വെയർ വസ്ത്രങ്ങൾ പലപ്പോഴും വിശ്രമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവ സൂര്യപ്രകാശത്തിനും മണലിനും യോജിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മീറ്റിങ്ങുകൾക്കോ ക്ലയന്റുകൾക്കോ ഇവ വേണ്ട ഗൗരവം നൽകുന്നില്ല. ഏതൊരു മേഖലയിലാണെങ്കിലും എപ്പോഴും വസ്ത്രങ്ങൾ ജോലി സ്ഥലത്തോടും അതിലെ ആളുകളോടുമുള്ള ബഹുമാനം പ്രതിഫലിക്കണം. പാൻസിൽ ലെഗിങ്സ്, സ്നീക്കറുകൾ, ടാങ്ക് ടോപ്പുകൾ, ജിം ഷോർട്സ് എന്നിവയും ഓഫീസ് കളക്ഷനുകൾക്ക് ഉചിതമല്ല. സ്ലിപ്പറുകൾ, പൈജാമ സെറ്റുകൾ, വലിപ്പം കൂടിയ ലോഞ്ച് പാൻറ്റുകൾ എന്നിവയും ഓഫീസിലേക്ക് വേണ്ട. അപ്പോൾ എങ്ങനെയാ? ഇനി ഓഫീസിലേക്ക് അടിപൊളിയായി പോകുമല്ലേ?